വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, അഡോർ യു, വർഷിപ്പ് യു ജീസസ് ക്രൈസ്റ്റ്, ലവ് യു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ സഹോദരി പോസ്റ്റ് ചെയ്ത ഒരു കഥയാണോ അത് യഥാർത്ഥത്തിൽ നടന്നതാണോ എന്നെനിക്കറിയില്ല. വളരെ എന്നെ അത് ചിന്തിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതായത്, ഒരു പിതാവ് കോടതിയിൽ മകനെതിരെ കേസ് കൊടുക്കുകയാണ്. അയാൾക്ക് മാസം ഒരു 500 രൂപ മകൻ കൊടുക്കണം. അത് കൊണ്ടുവന്ന് കൊടുക്കുക തന്നെ വേണം, അയക്കാനൊന്നും പറ്റില്ല. അത് കയ്യിൽ തന്നെ മകൻ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ ജഡ്ജി അന്താളിച്ചു പോയി. ജഡ്ജി ഇയാളോട് പറയുന്നുണ്ട്, തനിക്ക് ആവശ്യത്തിലധികം സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ 500 രൂപ കിട്ടിയിട്ട് വേണോ തനിക്ക് ജീവിക്കാൻ, താനെന്ത് പിച്ചത്തരമാണ് ചെയ്യണമെന്നൊക്കെ ജഡ്ജി ചോദിക്കുന്നു. അല്ല, ഇയാൾ പറഞ്ഞില്ല, എനിക്ക് അതിനകത്ത് മാറ്റമില്ല, ഇത് കിട്ടിയേ തീരൂ എന്ന നിലപാടിലാണ് ഈ അപ്പൻ. അപ്പോൾ പിന്നെ വിധി അങ്ങനെ തന്നെ വന്നു. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കോടതി മുറിയിൽ ഈ ന്യായാധിപൻ ഇയാളോട് ചോദിക്കുകയാണ്, സത്യം പറ, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ ഈ പിതാവ് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവനെൻ്റെ അടുത്ത് വരുവാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. എനിക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും അവനെ കാണാമല്ലോ. അപ്പുറത്ത് മാറി നിന്നിരുന്ന മകൻ ഇത് കേൾക്കുകയും ഹൃദയം പൊട്ടി വിലപിക്കുകയുമാണ്. ഇത് കേട്ട ന്യായാധിപനും കുറ്റബോധം. ന്യായാധിപൻ അയാളുടെ അപ്പനും അമ്മേനെയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് കുറേ കാലമായി. അയാൾക്കും മാനസാന്തരം. ഈ ഒരു പല്ലവി എപ്പോഴും ഞാൻ കേൾക്കുന്നതാണ്, എനിക്കും ബാധകമാണ്. ഞാനും ഇരുന്ന് ആലോചിക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് തോന്നും, എൻ്റെ അപ്പനെയും അമ്മയെയും ഒക്കെ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ നോക്കാമായിരുന്നില്ലേ? ഇതൊക്കെ ഈ ചുറ്റിനും ഇത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, അയ്യോ, കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് അപ്പനെ നോക്കാമായിരുന്നു. അപ്പോൾ ഇവരുള്ളപ്പോൾ നമ്മൾ ഇവരുടെ വില അറിയുന്നില്ല. ഇന്നലെ വേറെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അമ്മയുടെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഇവർ ഓസ്ട്രേലിയയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ പണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ അധികം പ്ലാനിങ് ഒന്നും വേണ്ട. ഈ നാടൊക്കെ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്നത് അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്തോളമേ ഉള്ളൂ. അവൻ്റെ അപ്പൻ വളരെ നേരത്തെ മരിച്ചിരുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്, ഞാനൊരു അനാഥനായി എനിക്ക് തോന്നുന്നു. ഇനി ലോകത്തിൽ എവിടെ ജീവിച്ചാലും ദാറ്റ് ഈസ് ഓക്കേ. ഇതിങ്ങനെ റിപ്പീറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പെട്ടെന്ന് മരിച്ചു കഴിയുമ്പോൾ കുറ്റബോധം കൊണ്ട്, കുറേ പൂക്കൾ വെച്ചത് കൊണ്ടോ, വില കൂടിയ പെട്ടി നിർമ്മിച്ചത് കൊണ്ടോ, കല്ലറ വാങ്ങിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല. അപ്പോൾ കർത്താവ് ഈശോ മിശിഹ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? പുറപ്പാട് അധ്യായം 20 12 വാക്യം. പുറപ്പാട് അധ്യായം 20 12 വാക്യം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത്
നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. 10 പ്രമാണങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ പിതാവിനോടോ മാതാവിനോടോ ഒക്കെ ചെയ്യുന്ന ഉപേക്ഷ, നിന്ന, അവരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ അവരോട് ചെയ്യേണ്ട കടമകൾ നിർവഹിക്കാതെ അവർക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തിരുത്തുക. ഈ മാതാവിനെയും പിതാവിനെയും ഒക്കെ ഒത്തിരി കഷ്ടപ്പെടുത്തിയവരുടെയൊക്കെ ജീവിതം നമ്മൾ നോക്കിയാൽ ഇവരാരും അധികം പച്ച പിടിച്ചിട്ടില്ല. അപ്പോൾ കിട്ടുന്ന അവസരത്തിൽ, ഉള്ള സമയത്ത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനമാണുള്ളത്? ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടൊന്നും ഇത് പറയുന്നല്ല. എൻ്റെ ഉള്ളിലെ ഇന്നുമുള്ള വിങ്ങലാണ് അപ്പനും അമ്മയെയും ഒക്കെ കുറച്ചുകൂടെ നന്നായിട്ട് നോക്കാമായിരുന്നു എന്ന തിരിച്ചറിവ് അവരുടെ കാലശേഷം. ചുറ്റും നോക്കുമ്പോൾ ഇത് വീണ്ടും 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 റിപ്പീറ്റായിക്കൊണ്ടിരിക്കുകയാണ്. സാത്താൻ നമ്മുടെ കണ്ണുകൾ കെട്ടുന്നുവോ? ഈ ഒരു തുറവിയിലേക്ക് മാതാപിതാക്കളെ കൂടുതൽ ശക്തിയോടെ ബഹുമാനിക്കുവാനുള്ള തിരിച്ചറിവിലേക്ക്, തുറവിയിലേക്ക് കർത്താവ് നമ്മളെ എല്ലാവരെയും കൈപിടിച്ച് നയിക്കട്ടെ. ദൈവതുല്യരായി കണ്ട് നമുക്ക് മാതാപിതാക്കളെ ബഹുമാനിക്കാം. പറ്റുന്ന അവസരങ്ങളിലൊക്കെ അവരെ ഫോൺ വിളിക്കുകയോ വാട്സപ്പ് വീഡിയോ കോൾ ഇടുകയോ അവരെ സന്ദർശിക്കുകയോ അവരോടൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയോ, എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും അത് നമ്മൾ ചെയ്തേ മതിയാകൂ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ മാതാപിതാക്കളെ പൂർണ്ണ ഹൃദയത്തോടെ, വളരെയധികം സന്തോഷത്തോടെ അവരുടെ ക്ഷേമം അന്വേഷിക്കുവാനും അവരെ പരിചരിക്കുവാനും, പിറുപിറുക്കുകളൊന്നുമില്ലാതെ അവരെ പരിചരിക്കുവാനുമൊക്കെയുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.